ഇന്ത്യൻ മെൻസ് ടീമിൻ്റെ ഒരു മുഖ്യ പരിശീലകൻ്റെ പോസ്റ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 ആഴ്ചകൾ കഴിയുന്നു. ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ആപ്ലിക്കൻസിനെ ക്ഷണിക്കുന്നു, ഇൻ്റർവ്യൂ ഇനി നടത്തണം, അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുകൾ മുമ്പിലുണ്ട് എന്നുള്ളതറിയാം. ഈ പറഞ്ഞൊരു സ്ലോ ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഇത്രയും കാലതാമസം എടുക്കാൻ എന്തുകൊണ്ട് എന്നുള്ളതൊരു ചോദ്യത്തിനാണ്. അതിപ്പോൾ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫെഡറേഷൻ ഉണ്ട്, അതുപോലെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു കാര്യമില്ല. അപ്പോൾ ഇവരൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിൽ ആദ്യത്തെ 2 മത്സരവും വിജയിക്കാതെ നിൽക്കുകയാണ്. ആകപ്പാട് 2 മത്സരങ്ങളിൽ നിന്ന് 1 പോയിൻ്റാണ് കിട്ടിയത്. 4 ടീമുകളുള്ള ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീമിന് മാത്രമാണ് മുന്നോട്ട് കിടക്കാനായിട്ട്, അതായത് AFC ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കും. അപ്പം വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് സെപ്റ്റംബറിൽ ഫ്രണ്ട്ലി കളിക്കേണ്ടതുണ്ട്. ആ ഒരു സമയത്ത് ആരുമായിട്ടാണ് ഫ്രണ്ട്ലി കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല. അതിൽ AFF എന്ന് പറയുന്ന ഫെഡറേഷൻ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അറിയാമല്ലോ, സ്ലോ പോളിസിയാണ് എല്ലാ കാര്യങ്ങൾക്കും ഉള്ളത്. കാരണം ഒരു കോച്ച് വന്ന് ഡയറക്റ്റ് ക്വാളിഫയേഴ്സിലേക്കാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ അതൊരു ആത്മഹത്യാപരം എന്നൊക്കെ വേണ്ടി പറയേണ്ടി വരും. കാരണം എങ്ങനെയാണ് കോച്ചിനപ്പം ഒരു പ്ലാൻ ചെയ്യാനായിട്ട് കാര്യങ്ങൾ പറ്റുക എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ടൈമിനുള്ളിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുമാത്രമല്ല, മനോള ഓൾറെഡി മെയ്യിൽ തന്നെ ഇൻഫോം ചെയ്തതാണ് ഹോങ്കോങ് മത്സരത്തിന് ശേഷം പുള്ളി പോകുമെന്നുള്ളത്. അതായത് മെയ്, ജൂൺ, ജൂലൈ, എന്നിട്ട് പോലും പുതിയൊരു കോച്ചിനെ അന്നേ തപ്പിയിരുന്നെങ്കിൽ കിട്ടാവുന്നതാണ്. ഇതാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ എന്നുള്ളതാണ്. മെയ്യിൽ പോകുമെന്നേ അറിഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ കോച്ചിനെ മാറ്റി പുതിയൊരു കോച്ചിനെ കൊണ്ടുവരണ്ടായിരുന്നു. കാരണം ഈ ഒരു സമയം പോകുമെന്നറിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 മാസം കൂടി കളയേണ്ട ഒരു ആവശ്യകത എന്താണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാഫയായിട്ട് ഒരു MOU ഒക്കെ സൈൻ ചെയ്തു എന്ന് മുമ്പ് വന്നതാണ്. അതായത് ഒരു സെൻട്രൽ ഏഷ്യൻ കോൺഫെഡറേഷനാണ്, അവരുമായിട്ട് മാച്ചസ് ഒക്കെ കളിക്കാൻ വേണ്ടി. പക്ഷേ ഇതേവരെ 2 വർഷമായി ഇതേവരെ യാതൊരു വിധത്തിലുള്ള അവരുടെ ടൂർണമെൻറ്റ്സിലും പങ്കെടുത്തിട്ടില്ല. വലിയ മാച്ചസ് കളിക്കാൻ പറ്റുന്നൊരു അവസരമാണ്. ഇപ്പം മലേഷ്യ മറ്റോ പിന്മാറി എന്ന് പറയും. എന്നിട്ട് കൂടി ഇന്ത്യക്കൊന്നും അതിലൊരു അപ്രോച്ച് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയുള്ള റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 170ഓളം ആപ്ലിക്കൻസ് ആണ് ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രമുഖമായുള്ള നെയിമുകൾ ഇപ്പം റോബി ഫൗലർ ഉണ്ട്, ലിവർപൂൾ ലെജൻഡ്, ISL വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ സ്റ്റീഫൻ കോൺസ്റ്റൈൻ, മുൻ ഇന്ത്യൻ പരിശീലകൻ. അതുപോലെ ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹബാസ്, ലൊബേറ, അതുപോലെ I-ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള വെർഗിറ്റസ്, ചെർണിഷേവ്, അതുപോലെ ഇന്ത്യൻ പരിശീലകസ് ആയിട്ടുള്ള ഖാലിദ് ജമീൽ, അതുപോലെ സഞ്ജോയ്സൻ, സന്ദേശ് കശ്യപ്, ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പൊതുവിൽ ഇപ്പം ഉള്ള ഇന്ത്യൻ ഫാൻസിൻ്റെ ഇടയിലുള്ളൊരു വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കോച്ച് വന്നാൽ മതി എന്നുള്ളതാണ്. അപ്പം മനോല കൂടി വന്ന് സക്സസ് ആകാതെ പോയതോടുകൂടി ഇനി ഒരു ഇന്ത്യൻ കോച്ചിനെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ടെക്നിക്കൽ കമ്മിറ്റിയും ഇതേ തോതിലുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു ഇന്ത്യൻ കോച്ച് വന്നു കഴിഞ്ഞാൽ നന്നാകും. പിന്നെ എന്തിനാണ് ഇത്ര ഒരു ഡ്രാമ കളിക്കുന്നത്? വളരെ കുറഞ്ഞ ഇന്ത്യൻ കോച്ചസ് മാത്രമല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ടെക്നിക്കൽ കമ്മിറ്റി വമ്പം കോമഡിയാണ് കേട്ടോ. പൊതുവികാരത്തെ തൃപ്തിപ്പെടുത്തുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഫാൻസ് മിണ്ടാതിരിക്കുക. അതല്ലാണ്ട് ഒരു ടെക്നിക്കലായിട്ടുള്ള തീരുമാനം എടുക്കാൻ ഈ ടെക്നിക്കൽ കമ്മിറ്റിക്ക് കഴിയുന്നുണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യമാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറയാം. മിക്കവാറും ഖാലിദ് ജമീൽ തന്നെ ആയിരിക്കും ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാലിദ് ജമീലിന് അവർ സാലറി പരിപാടികളിലൊക്കെ അത്ര കൺവിൻസ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് കാര്യം. ഇപ്പോൾ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ്, സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ്, അവർക്ക് മാസം ലക്ഷങ്ങളാണ് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പം ഒരു ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, അതിലൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, അതിൽ ലക്ഷങ്ങൾ കൊടുക്കും. അങ്ങനെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിന് തന്നെ കുറേ ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ കോച്ചിന് കൊടുക്കാനായിട്ട് ശമ്പളമില്ല എന്ന് പറയുന്നത് വളരെ മോശം ആയിട്ടുള്ള കാര്യമാണ്. ഇവർ എന്താണ് സത്യം പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാൻ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെ നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഖാലിദ് ജമീലിന് ആ ഒരു തരത്തിൽ ഇപ്പോൾ ISL വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ISL കിട്ടുന്ന സാലറിയുടെ ഒരു പകുതിയെങ്കിലും ലഭിച്ചാലേ പുള്ളിക്ക് വരിക എന്ന് പറയുന്ന രീതിയിലേക്ക് പറ്റുള്ളൂ. അത് പുള്ളിയുടെ ഒരു ഓൺ ഡിസിഷനാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കോച്ചാകെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വപ്നമായിരിക്കും, പക്ഷേ പുള്ളിയുടെ ഡിസിഷനാണ്. ഇനിയിപ്പം ഖാലിദിനെ കിട്ടിയില്ലേ ചിലപ്പം കണ്ണിപ്പൊടിയിടാൻ മറ്റൊരു ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ സഞ്ജയ് സെന്നിനെ കൊണ്ടുപോയി. സഞ്ജയ് സെൻ സന്തോഷ് ട്രോഫി വിൻ ചെയ്തതാണ്. സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബംഗാളിലും കേരളത്തിലും ഒക്കെ വേൾഡ് കപ്പാണല്ലോ. അപ്പോൾ വേൾഡ് കപ്പ് വിൻ ചെയ്ത കോച്ച് എന്ന നിലയിലായിരിക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പം സന്ദേശ് കശ്യപ്, അതാകുമ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ തന്നെയുള്ള ടീമാണ്. അങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. എന്താണെങ്കിലും നോക്കാം, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക. ഇതാണല്ലോ പ്രതീക്ഷകൾ. അപ്പോൾ നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സൈനിങ് ഓഫ്.